ഹായ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ചായ കുടിച്ചിട്ടാണ് തുടങ്ങാം കേട്ടോ. അപ്പം ഇന്ന് ഉപ്പേരിക്ക് ഉണ്ടാക്കുന്നത് പയറുപ്പേരിയാണ്. അപ്പോൾ പയറുപ്പേരി കഴുകി വൃത്തിയാക്കിക്കാണ്ട് പയറുപ്പേരി കുക്കർക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മുളക് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇന്ന് സോയാബീനാണ് ഉണ്ടാക്കുന്നത്. സോയാബീൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം പാർന്ന് കൊടുത്തു, അതിൻ്റെ ചൂട് വിടാൻ വേണ്ടിയിട്ടോ. എന്നിട്ട് ആദ്യത്തെ വെള്ളം നന്നായിട്ട് പീച്ച് നമ്മൾ എടുക്കണം കേട്ടോ. ഇനി ഇതാ മസാലകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ മഞ്ഞളിട്ടു, ചിക്കൻ മസാല ഇട്ടു, ഉപ്പിട്ടു, കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലോട്ട് ഇത് ഓരോന്നായിക്കാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പുറത്തൊക്കെ ചട്ടിയിൽ ഓരോന്ന് വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സോയാബീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഗ്യാസും അടുപ്പും ഇതിനെയൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കിട്ടോ. അങ്ങനെ വൈകുന്നേരം 4 മണി ആയപ്പോഴത്തേന് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ പഴംപൊരിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പാത്രം, ഒരു ചെറിയൊരു ബൗള് നിറച്ച് ഞാൻ 2 ബൗള് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടലമാവും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ലേശം മഞ്ഞളും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടുകൊണ്ട് കേട്ടോ. എരിവൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചെറിയൊരു മധുരത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ ഈ 2 പഴം മതി, 2 കുട്ടികളോളം എനിക്ക് ഓർക്ക് കൊടുക്കാൻ ഇത് ധാരാളം കേട്ടോ. അപ്പോൾ ആ 2 പഴം വെച്ചിട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പുതുതായി നമ്മളെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെ പഴംപൊരി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.